രാവിലെ 7:30 പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കലത്ത് ക്വാറിയിൽ രക്ഷാദൌത്യം ആരംഭിച്ചെങ്കിലും പാറക്കല്ലുകൾ പൂർണ്ണമായി മാറ്റാൻ കഴിയാത്തതിനാൽ രക്ഷാദൌത്യം നിർത്തിവെച്ചു. 2 ഫയർഫോഴ്സ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും 2 NDRF ടീം അംഗങ്ങളും ആണ് റോപ്പിൽ പാറക്കല്ലുകൾക്കിടയിൽ കിടന്നിരുന്ന എക്സവേറ്ററിന് സമീപത്തേക്ക് ഇറങ്ങിയത്. ലോങ് ബൂം എക്സവേറ്റർ എത്തിച്ചാൽ മാത്രമേ രക്ഷാദൌത്യം തുടരാനാകൂ എന്ന് ദൌത്യസേന ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. തുടർന്ന് വൈകിട്ട് 6:15 ലോങ് ബൂം എക്സവേറ്റർ ക്വാറിയിലേക്ക് എത്തിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തകർന്നു കിടന്ന എക്സവേറ്ററിന്റെ സമീപത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റി. 3 ഫയർഫോഴ്സ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ റോപ്പിലിറങ്ങി എക്സലേറ്ററിനുള്ളിൽ പരിശോധിച്ചു. ക്യാബിനുള്ളിൽ കല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ അജയ് റായിയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് ലോങ് ബൂം എക്സവേറ്ററിന്റെ സഹായത്തോടെ മൃതദേഹം മുകളിലേക്ക് എത്തിച്ചു. ആംബുലൻസിൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പാറ പൊട്ടിക്കുന്നതിന് അനുമതി നൽകിയ സ്ഥലത്ത് തന്നെയാണോ അപകടം സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കി. അജയ് റായിയുടെ കുടുംബത്തിന് ക്വാറി ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. അന്വേഷണം തീർച്ചയായിട്ടും കാര്യം 1 ക്വാറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മീറ്റിംഗ് ഞാൻ മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. ക്വാറിയുമായിട്ട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു. പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ അപകടമുണ്ടായ സ്ഥലം അത് ഈ അനുമതി കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് നമുക്ക് ഇന്ന് ഞാനത് കൃത്യമായിട്ട് തന്നെ ജിയോളജിസ്റ്റിന്റെ ഒരു വന്ന് അളവെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ് പോയിരിക്കണം. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ അളവെടുത്തിട്ട് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സോണിൽ തന്നെയാണോ പൊട്ടിച്ചിരിക്കുന്നത് അതോ എക്സ്ട്രാ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. അജയ് റായിയുടെ സഹോദരന്മാരും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. निकल गया 2 दिन में निकल गया. अभी हॉस्पिटल लेके गया. अब उसका छोटा उसका 3 बच्चा है, बीवी है. सबको कैसा करना हो देखो आप लोग. क्या 3 बच्चा है, हो 3 बच्चा निकल गया आज. अभी हॉस्पिटल गया, पोस्टमार्टम करना, वो बॉडी को लेके बिहार को जाना. क्या करेंगे? हमारा ब्रदर, छोटा ब्रदर है हमारा. हाँ, आप नहीं कुछ बोलेंगे? अब कुछ नहीं बोलेंगे बस. രക്ഷാദൌത്യം അതീവ ദുഷ്കരമായിരുന്നുവെന്നും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്താണ് ദൌത്യം പൂർത്തിയാക്കിയതെന്നും ഫയർഫോഴ്സ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ പറഞ്ഞു. രാവിലെ നമ്മൾ ഇറങ്ങി അതിനൊന്ന് ഫസ്റ്റ് ഇൻസ്പെക്ഷൻ നടത്തിയായിരുന്നു. കൈകൊണ്ട് മാറ്റി അവിടെ നിന്ന് ഓപ്പറേഷൻ പറ്റൂല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഈ എക്സ്കവേറ്ററിൻ്റെ ആവശ്യം ഉന്നയിച്ചത്. അവിടെ എത്തിച്ച് ആ മണ്ണ് ആ കല്ലും എല്ലാം മാറ്റിയതിൻ്റെ ബേസിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങിയ ആളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. ക്യാബിൽ കുടുങ്ങി നല്ല രീതിയിൽ പാറയും മണ്ണുമായിട്ട് സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പർ ബോഡി മാത്രമായിരുന്നു ഫ്രീ ആയിട്ട് വെളിയിലുണ്ടായിരുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചെങ്കലത്ത് ക്വാറിയിൽ ഖനനം നടന്നിരുന്നത്. പൊട്ടിക്കുന്ന പാറ നീക്കുന്നതിനായി വഴി തയ്യാറാക്കുന്നതിനിടെയാണ് എക്സവേറ്ററിന്റെ മുകളിലേക്ക് പാറക്കല്ലുകൾ വീണത്. ഇന്നലെ അജയ് റായിയുടെ സഹായി ഒഡീഷ സ്വദേശി മഹാദേവ് പ്രതാപിന്റെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.